തുടർഭരണം നല്ലതാണെന്ന് കേരളത്തിന് മനസ്സിലായെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 തുടങ്ങിവെച്ച കുറേ കാര്യങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇനിയും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംരക്ഷിക്കപ്പെടണം. കൂടുതൽ വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാനാവണം. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ. ഒമാനിലെ മസ്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. 2011 മുതൽ 16 വരെയുള്ള UDF ഭരണകാലത്ത് സംസ്ഥാനം ഏറെ പിന്നോട്ട് പോയെന്നും വിമർശിച്ചു. തന്റെ ഭരണകാലത്ത് പ്രവാസികൾക്കായി ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പ്രവാസികളുടെ പിന്തുണ അഭ്യർത്ഥിച്ചത്. 2016 മുതൽ 68,356 പ്രവാസികൾക്ക് 739 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പ്രവാസി ഡിവിഡൻഡ് പദ്ധതി, പ്രവാസി നിക്ഷേപങ്ങൾ ഫലപ്രദമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണിത്. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി മസ്കറ്റിൽ എത്തുന്നത്. 1999 EK നായനാരാണ് അവസാനമായി മസ്കറ്റ് സന്ദർശിച്ച മുഖ്യമന്ത്രി. വലിയ സ്വീകരണം പിണറായി വിജയന് മസ്കറ്റിൽ ലഭിച്ചു. കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ, അണുവിടമാറാത്ത നിലപാടും നിലപാടിലെ കാർക്കശ്യവും ശ്രീ പിണറായി വിജയൻ നമ്മളിലേക്ക് എത്തുകയാണ്. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ്, മന്ത്രി സജി ചെറിയാൻ, MA യൂസഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി, ചീഫ് സെക്രട്ടറി A ജയതിലക്, ബാബു രാജേന്ദ്രൻ, അജയൻ പൊയ്യാറ, വിൽസൺ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.